അപകടത്തെ അതിജീവിച്ച് പഠനം തുടരുന്ന വിദ്യാർത്ഥിനിക്ക് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ നേതൃത്വത്തിൽ MLA ഉണ്ണികൃഷ്ണൻ വീട്ടിലെത്തി ലാപ്ടോപ്പ് നൽകി. ദിസ് ന്യൂസ് ബ്രോട്ട് യു ബൈ ഡയമണ്ട് ലൈഫ്. ഗുണമേന്മ, വിശ്വാസം, വരുമാന സൗഹൃദ വില എല്ലാം ഒറ്റ ബ്രാൻഡിൽ. ഡയമണ്ട് ലൈഫ്. ബ്രാൻഡ് മാറ്റിയാൽ ഗ്രാൻഡ് ആവാം. വിശ്വാസത്തിന്റെ ഗുണമേന്മയുമായി നമ്മുടെ വീട്ടുപയോഗത്തിന് ആവശ്യമുള്ള 60-ൽ പരം പ്രോഡക്റ്റുകൾ ഇപ്പോൾ ഒരു പേരിൽ. ഡയമണ്ട് ലൈഫ്. അപകടത്തിൽ സുഷുമ്ന നാടിക്ക് ഗുരുതരമായി പരിക്കേറ്റ് വീൽചെയറിലായ ദേവി വന്ദനയ്ക്ക് KN ഉണ്ണികൃഷ്ണൻ MLAയുടെ സംയോജിതമായ ഇടപെടൽ വലിയ ആശ്വാസമായി. എടവനക്കാട് സ്വദേശിയും മത്സ്യത്തൊഴിലാളിയുമായ എടമുറ്റത്ത് EV സുധീഷിന്റെ മകൾ ദേവി വന്ദനയ്ക്ക് MLAയുടെ പ്രത്യേക ശുപാർശയെ തുടർന്ന് സ്വന്തം പഠനാവശ്യത്തിനായി ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ലഭ്യമാക്കുകയായിരുന്നു. KN ഉണ്ണികൃഷ്ണൻ MLA സമർപ്പിച്ച പ്രത്യേക നിവേദനം നിയുക്തമാണെന്ന് വിലയിരുത്തിയ ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് മുഖേന അവിചാരിത നടപടിയായി കമ്പ്യൂട്ടർ അനുവദിച്ചു. എൻ്റെ മോൾക്ക് വേണ്ടി ഒരു ഗ്രാമസഭയിൽ ഒരു ലാപ്ടോപ്പിന് അപേക്ഷ വെച്ചിട്ടുണ്ടായിരുന്നു. അത് പാസ്സായില്ല. രണ്ടാമതും ഞങ്ങൾ ഫിഷറീസ് വകുപ്പ് അനുസരിച്ച് MLAക്ക് ലെറ്റർ കൊടുത്ത് MLA സജി ചെറിയ മന്ത്രിക്ക് ലെറ്ററൊക്കെ കൊടുത്താണ് അത് പാസ്സായി തന്നത്. ഇന്ന് ഇവിടെ എല്ലാവരും കൂടി വന്ന് ഞങ്ങളുടെ മോൾക്ക് ലാപ്ടോപ്പ് കൊടുത്തു. സാധാരണയായി പഠനോപകരണങ്ങൾ നൽകുന്നതിനുള്ള വ്യക്തമായ നടപടിക്രമങ്ങൾ ബോർഡിന് ഇല്ലാത്ത സാഹചര്യത്തിലായിരുന്നു MLAയുടെ ഇടപെടൽ ശ്രദ്ധേയമായത്. BCom വിത്ത് ACCA കോഴ്സ് ഓൺലൈനായി പഠിക്കുന്ന ദേവി വന്ദനയ്ക്ക് KN ഉണ്ണികൃഷ്ണൻ MLA ഔപചാരികമായി ലാപ്ടോപ്പ് കൈമാറി. ചടങ്ങിൽ നിയുക്ത പഞ്ചായത്ത് അംഗം PP പ്രബിൻ, ഫിഷറീസ് ഓഫീസർ പ്രബിത KP, ബന്ധുമിത്രാദികൾ എന്നിവർ പങ്കെടുത്തു. പഠനം കൂടുതൽ സ്വതന്ത്രവും ഫലപ്രദവുമാക്കുന്നതിന് ലാപ്ടോപ്പ് ഏറെ സഹായകരമാകുമെന്ന് ദേവി വന്ദന പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത, എടവനക്കാട്. ഞാനിപ്പോൾ ഓൺലൈനായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഓൺലൈനായിട്ട് ആയതുകൊണ്ട് തന്നെ മൊബൈലാണ് പഠിച്ചിരുന്നത്. ഇപ്പോൾ ലാപ്പ് തന്നതിന് എല്ലാവരോടും നന്ദി.